മസ്തിഷ്ക മരണത്തെ തുടർന്ന് കൊല്ലം ആശ്രാമം സ്വദേശിനിയുടെ അവയവങ്ങൾ സ്വീകരിച്ച 3 പേർ തങ്ങൾക്ക് രണ്ടാം ജന്മം നൽകിയ അമ്മയെപ്പോലെ കരുതുന്ന ലീനയുടെ 6ാം ചരമവാർഷികത്തിലും ഒത്തുകൂടി. ഓരോ ലോക അവയവദാന ദിനം കടന്നു പോകുമ്പോഴും ലീനയെപ്പോലുള്ള അമ്മമാരും കൺകണ്ട ദൈവമാകുന്നു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം, ഹരിനാമജപം. തന്നെ വിട്ടുപിരിഞ്ഞ ലീനയ്ക്ക് ഭർത്താവ് സജിത്തിന്റെ വക ഗാനാർച്ചന. ലീന ജീവിച്ചിരുന്നപ്പോഴും പാട്ടിനെ ഏറെ പ്രണയിച്ചിരുന്നു. ആ പ്രണയിനി ഇനിയും പലരിലൂടെയും പുനർജനിക്കണമെന്ന തീരുമാനവും മനുഷ്യത്വവും ലീനയുടെ 2 വൃക്കകളും കരളും ദാനം ചെയ്തതിൽ കലാശിച്ചു. ശരിയായ തീരുമാനമെടുത്തത് അന്ന് ഭർത്താവ് സജിത്ത്. 2018 ഓഗസ്റ്റ് മാസം എൻ്റെ വീട്ടിൽ വെച്ചാണ് പുള്ളിക്ക് പ്രഷർ കൂടി തലയിൽ കയറി മറിഞ്ഞു വീണു, ബാത്റൂമിൽ മറിഞ്ഞു വീണു. അങ്ങനെ കൊല്ലം സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊല്ലം ബാസിനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തൃപ്തികരമല്ലാത്തതിൻ്റെ പേര് കൊല്ലം NS ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ MRI സ്കാൻ ഇല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് 3ാമത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ MRI സ്കാൻ ചെയ്ത് അസുഖം ഹെഡ് ഇഞ്ചുറി കണ്ടുപിടിച്ച് അന്നേരം തന്നെ സൂപ്പർ സ്പെഷ്യലോട്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അന്നേരം ഒരു 5 ദിവസം പരമാവധി അവർ ശ്രമിച്ച് രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടേഴ്സ് ചെയ്തു. പക്ഷെ നടന്നില്ല. അങ്ങനെ മസ്തിഷ്കമരണം സംഭവിച്ചു. അന്നേരം എടുത്തൊരു തീരുമാനമാണ് ഈ അവയവദാനം. മൃതസഞ്ജീവൻ സർക്കാരിൻ്റെ ഒരു ആദ്യത്തെ പദ്ധതിയിൽ ആദ്യത്തെ അവയവദാനം ചെയ്യണമെന്ന് ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവയവദാനം ചെയ്ത ഞാനാണ് ആദ്യമായിട്ട് മൃതസഞ്ജീവനിൽ സർക്കാരിൻ്റെ. ലീന തങ്ങൾക്ക് പെറ്റമ്മ തന്നെയെന്ന് അവയവം സ്വീകരിച്ചവരുടെ സാക്ഷ്യം. 6ാം ചരമവാർഷികത്തിൽ അവയവം സ്വീകരിച്ച മല്ലപ്പള്ളി സ്വദേശി റോബിൻസ്, തിരുവനന്തപുരം സ്വദേശി ശ്രീജിത്ത്, കരൾ സ്വീകരിച്ച ആറ്റിങ്ങൽ സ്വദേശി മോഹനനും അനുസ്മരിച്ചു. 2ാം ജന്മമാണ്. 4 വർഷത്തോളം ഡയാലിസ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് എനിക്കിപ്പം മൃതസഞ്ജീവനി വഴിയാണ് ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് കിഡ്നി സ്വീകരിച്ചത്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. ഇവിടെ ഈ വീട്ടുകാരായിട്ട് നല്ല ഒരു കോണ്ടാക്ട് വയ്ക്കാറുണ്ട്. എല്ലാ വർഷവും ഞാൻ ഈ സമയത്ത് ഇവിടെ വരുന്നതാണ്. ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ അല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. കാരണം 2011 എൻ്റെ കിഡ്നി ഫെയിലിയർ ആവുന്നത്. 2014 മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് ഏകദേശം 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കിഡ്നി ലഭിക്കാനിടയായിത്തീർന്നത്. അതിലൂടെ തീർച്ചയായിട്ടും ജീവിതം പുതുജീവൻ ലഭിച്ചു എന്ന് തന്നെ പറയാം. ഇത് ഞങ്ങളുടെ 2ാം ജന്മമാണ്. ഞാൻ 2014 മുതൽ എനിക്ക് ലിവറിന് പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബ്ലഡിൽ അയൺ കണ്ടൻറ്റ് കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം വന്നത്. അങ്ങനെ ഒരു ലീന എന്ന് പറയുന്നവരുടെ ഒരു അവയവം കിട്ടിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനിവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാൽ ഏത് തരത്തിൽ നന്ദി പറയണമെന്നുള്ള വാക്ക് പോലും നമ്മൾ യഥാർത്ഥം പറഞ്ഞാൽ ഇല്ല. ലീനയുടെ അവയവങ്ങൾ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ മൂവരുടെയും കുടുംബങ്ങൾ അനാഥമായേനെ. മണ്ണോട് മണ്ണാകാൻ അനുവദിക്കാതെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ലീനയുടെ കുടുംബം വഴികാട്ടിയായി. അവയവദാനം മഹാദാനം. അതേസമയം ജീവൻ എന്ന് പറയുന്നതിനെ ആർക്കും നേരിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ലീന 3 ജീവനുകളെ നേരിട്ട് കാണിച്ചു തരികയാണ്. അതാണ് ഈ അവയവം സ്വീകരിച്ച ഈ മനുഷ്യർ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.